ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാട്ടോ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അതിപ്പോൾ ഭയങ്കര മടിയാണ്. സെയിം ഉണ്ടായതിന് ശേഷം അവൻ്റെ പുറകെ തന്നെയാണ് കേട്ടോ. വീഡിയോസ് എടുക്കാനോ ഒന്നും. പിന്നെ എന്താ പറയുക, വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുകയായിരുന്നു. പിന്നെ ഇവിടെ സയാനൊക്കെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ സെയിമുള്ളത് കയ്യിലുള്ളത് കാരണം തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ മടി തന്നെ കേട്ടോ. അപ്പം നമ്മൾ നാട്ടിലോട്ട് വരാൻ നേരത്ത് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടേ നമ്മൾ ലുലുവിൽ പോയി പർച്ചേസ് ചെയ്ത ഷോപ്പിംഗ് വീഡിയോസാണ് കേട്ടോ അത്. നമ്മൾ ദമാം ഹല്ലസയിലുള്ള ലുലുവിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ മോള് കണ്ടാൽ പിന്നെ സെയിമും പിന്നെ അവിടെ സ്റ്റെക്കാണ് കേട്ടോ. മോള് കണ്ടു കഴിഞ്ഞാൽ സ്വൈര്യം തരില്ല. ഒരു 5 റിയാലിലൊക്കെ കയറി കഴിഞ്ഞാൽ പപ്പാ ബോൾ 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 എന്നിട്ട് എത്ര ബോളാണെന്നറിയാം മേടിക്കുക, എത്ര ബോൾ അവിടെ നിന്ന് അനങ്ങാൻ അവൻ സമ്മതിക്കത്തില്ല. അവന് ബോൾ എത്ര എടുത്താലും മതിയാകത്തില്ല. അപ്പോൾ കുറച്ച് നേരം അവന് കാണാതെ നമ്മൾ ആ ഏരിയയിലൂടെ പോവാറില്ല പൊതുവേ. കാരണം കണ്ടു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് വരാൻ സമ്മതിക്കില്ല. വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവൻ പല കളറിൽ കാണുമ്പോൾ അവൻ അതൊക്കെ എടുത്ത് നോക്കണം. അപ്പോൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോണത് ഫുള്ള് ഷോപ്പിംഗ് വീഡിയോസ് ആട്ടോ. ഒരുപാട് നല്ല ലേഡീസ് കളക്ഷൻസും ക്രോക്കറി ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്ക്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മൾ ഒരുപാട് വീഡിയോസ് ഷോപ്പിങ്ങും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലുലുവിനകത്ത് കയറി. ലുലു തന്നെ കേട്ടോ, ലുലു ഫാഷൻ സ്റ്റോറിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വാച്ചസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വാച്ചസിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി, കാണുന്നില്ല. അപ്പോൾ നോക്കിയിട്ട് നല്ല പേളിൻ്റെ വാച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഇയറിങ്സും എല്ലാം ഉണ്ടായിരുന്നേ. അത് അവിടുന്ന് ആ വാച്ചസ് എടുക്കുന്ന സമയം കൊണ്ട് ആ വീഡിയോസ് എല്ലാം എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അതുകൊണ്ട് അവിടുത്തെ ഷോപ്പിംഗ് വീഡിയോസ് കുറച്ച് മിസ്സായിപ്പോയി. പിന്നെ ഉള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അവിടെ തന്നെയാണ് ഇത് ക്രോക്കറി. പിന്നെ ബാഗ്സും എല്ലാത്തിൻ്റെ കളക്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഇവിടുത്തെ അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന ട്രെയിനുമാട്ടോ, ഗോൾഡൻ ടച്ചിൽ. ഇവർ ഈ സെലിബ്രിറ്റി മൂഡിലുള്ള എപ്പോഴും വൈബ് ആൾക്കാരാണ്. പാർട്ടി അങ്ങനെ എപ്പോഴും ഒരുമിച്ച് ഫുഡ് കഴിക്കുക, പുറത്ത് ഡിന്നർ കഴിക്കുക, പാർക്കിലൊക്കെ വന്നിട്ട്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടോ. നമ്മൾ മലയാളികളും ഇതൊക്കെ ഒരു അടിപൊളിയായിട്ട് നമ്മൾ നാട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഞാനും മേടിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ വന്നിട്ട് അടിപൊളി. ഇത് ലുലുവിലുള്ളതാണ്. പക്ഷേ ലുലുവിലത്തെ കുറച്ചും കൂടി എനിക്ക് എക്സ്പെൻസ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലുലുവിൽ നിന്ന് മേടിക്കുന്നത് ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യൂല. കാരണം നമ്മൾ ഒരുപാട് 5 റിയാലും അല്ലാത്ത ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ. പിന്നെ അൽവഫയുടെ ഒരു ക്രോക്കറി ഐറ്റംസ് ഷോപ്പുണ്ട്. അവിടെയൊക്കെ കിട്ടും, അറബ്സിൻ്റെ കളക്ഷൻ കിട്ടും കേട്ടോ. അവിടെ നിന്നൊക്കെയാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇത് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ, സൗദിയിലൊക്കെ ഉള്ള എല്ലായിടത്തും കൊണ്ടുണ്ടാവും ഊത് പോയിച്ചിട്ട്. എനിക്ക് അതിൻ്റെ സ്മെല്ല് ഒത്തിരി ഇഷ്ടമാണ്. ഇക്കാക്കും മക്കൾക്കും ഒന്നും ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പാണ്, ലുലുവിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഷോപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ഫസ്റ്റ് കാരണം നമ്മൾ ഇപ്പോൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഈ ഷോപ്പ് കാണുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ. പുതുതായിട്ട് വന്നതായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കളക്ഷൻ കണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ലുലുവിൽ ഒരുപാട് പർച്ചേസ് ചെയ്തില്ല. ജസ്റ്റ് വാച്ചസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ഷോപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് കയറി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഞങ്ങൾ നല്ല ബില്ലായിട്ടാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയത്. കാരണം കണ്ടിട്ട് മേടിക്കാതിരിക്കാൻ പറ്റിയില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളില്ലേ എത്ര എന്താ പറയുക, നാട്ടിൽ നിന്ന് ഫാൻസിയൊക്കെ വാങ്ങിയാൽ ചൈനയിൽ നിന്ന് വരുന്നതും തായ്ലാൻഡിൽ നിന്ന് വരുന്നതൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നാറുള്ള നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നത് ഡിഫറെൻ്റ് തന്നെ. ഇവിടുത്തത് ഒരു അടിപൊളിയായി. ഇവിടുത്തെ ക്വാളിറ്റിയും ഇവിടുത്തെ ആ ഒരു ഭംഗിയും എനിക്ക് നാട്ടിൽ നിന്ന് തോന്നാറില്ല കേട്ടോ. അത് ഫാൻസി ഐറ്റംസൊക്കെ പ്രത്യേകിച്ച്. ഞാൻ എപ്പോഴും വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് തിങ്സ് എന്താക്കും, ഞാൻ വാങ്ങി വയ്ക്കും. ഞാനത് വർഷങ്ങളോളം യൂസ് ചെയ്യുകയും ചെയ്യും. എൻ്റെ അടുത്ത് ഒന്നും ആവില്ല. അത്രയും ക്വാളിറ്റി അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കൂടിയാണ് കേട്ടോ. അതും പറയണം. എനിക്ക് 3 ബോയ്സ് ആയത് കാരണം നമുക്ക് ഗേൾസിനെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള, നമ്മളിപ്പം എന്താ പറയുക, വുമൺ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ക്രൈറ്റീരിയ എന്ന് പറയുന്നില്ല, നമുക്ക് ചേരുന്ന രീതി ഉണ്ടല്ലോ. പറ്റുന്നതൊക്കെ പിക്ക് ചെയ്തിട്ട് ഞാൻ എടുക്കും. അല്ലാത്തത് നമുക്ക് ഈ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ബിഗ് ബച്ച് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ച് പോട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് തന്നെ ഞാൻ ക്രോക്കറി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഷോപ്പിൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്രോക്കറീസ് ഉണ്ട്.
ഇതെല്ലാം ക്യൂട്ടായിട്ടുള്ള തിങ്സ്, കുട്ടികളെ എന്താ പറയുക പെൺകുട്ടികളെ ചെറിയ ചെറിയ ബാഗ്സും പിന്നെ ക്ലച്ചസിൻ്റെ ഒക്കെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ബാഗ്സൊക്കെ ഞാൻ ഇവിടുന്ന് ചെരുപ്പും എല്ലാം ഒരുപാട് സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ക്രോക്കറീസ്, ഷൂസ്, അങ്ങനെ എന്തെല്ലോ ക്ലോക്സ്, അടിപൊളി വീട്ടിലോട്ട് വേണ്ടി ഒരു അടിപൊളി ക്ലോക്സ് റാപ്പിൽ തൂങ്ങുന്ന റാപ്പ് അല്ല സോറി റോപ്പിൽ തൂങ്ങുന്ന ഒരു അടിപൊളി ക്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ. അപ്പോൾ നല്ല നല്ല ചെരുപ്പുകളും ഉണ്ട് കേട്ടോ. ഇത് മൊത്തം ക്ലച്ചസാണ്, അടിപൊളിയായിട്ടുള്ള ക്ലച്ചസ് ഉണ്ട്, ഹാൻഡ് ബാഗ്സും ഉണ്ട്. പക്ഷേ ക്ലച്ചസും ഹാൻഡ് ബാഗ്സും ഒന്നും ഞാൻ എടുത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി വഫേന്ന് 4-5 ബാഗ് എടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അപ്പോൾ പിന്നെ അതൊരു ആർഭാടമായി മാറൂലേ എന്നുള്ള രീതിക്ക്, കാരണം നമ്മൾ അത്രയൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല. എനിക്ക് 2 എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്കും വലിയൊരു കസിനൊക്കെ കൊടുക്കാനുള്ളതായിരുന്നു. പിന്നെ എനിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാഗൊക്കെ മേടിച്ചതുകൊണ്ട് പിന്നെ ബാഗ് നോക്കിയില്ല, അല്ലാത്ത കാര്യങ്ങളൊക്കെ. പിന്നെ ചെരുപ്പൊക്കെ ഞാൻ അൽബഫയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വേറൊരു വഫയുണ്ട് കേട്ടോ, തുർക്കി കളക്ഷനുള്ള ആ വഫയിൽ നിന്നാണ്. അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ചെരുപ്പുകളൊക്കെ ഭയങ്കര രസമുള്ള ചെരുപ്പുകളൊക്കെ എടുത്തിട്ട്, പക്ഷേ ഇവിടെയും നല്ല രസമുള്ള കണ്ടപ്പോൾ എനിക്ക് എന്തായാലും എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് എടുത്തിട്ടാ. പിന്നെ ആ ചെരുപ്പാണ് ആ കോട്ടയിലുള്ളത്. സേമോന് ഷൂ എടുത്തിട്ട്. പിന്നെ ഇത് ക്രോക്കറി ഇവിടെ നല്ല നമ്മൾ ഞാൻ മുമ്പൊരു ചുംബക്കിൻ കളക്ഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ മുന്നേ കേട്ടോ, ഒരു 2 വർഷം മുന്നേ ആയിട്ടാണ് തോന്നുന്നുണ്ട്, ക്രോക്കറി ഐറ്റംസിൻ്റെ കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഓർമ്മ വന്നു കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുള്ള നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല എന്താ പറയുക, ഈ ഡിസൈനർ പീസായിട്ട് വരുന്ന ഒരുപാട് ക്രോക്കറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1-2 പീസേഴ്സ് എന്നെ കൊതിക്ക് വേണ്ടിയിട്ട്, കാരണം ഓൾറെഡി ഞങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ്. നമ്മൾ ഫാമിലി നിൽക്കുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മാത്രമല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വെയിറ്റ് ഫുള്ളാവും. അപ്പം ഞാൻ ഇപ്രാവശ്യം ക്രോക്കറീസ് ഒന്നും മേടിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഞാൻ ഒത്തിരി ക്രോക്കറീസ് ഫയർ റോയലിൽ നിന്നും മേടിച്ചു. എപ്പോഴും ക്രോക്കറീസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു പോകും. അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് കുറഞ്ഞിട്ട് നമുക്ക് എടുക്കുന്നതിനൊരു പരിധി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എനിക്ക് അത്രയും ഇഷ്ടം തോന്നിയ കുറച്ച് പീസൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. അതിന്ന് ഈ മറ്റേ ചെറിയ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, ആ ബ്ലൂവിൽ വരുന്നതൊക്കെ. നമ്മുടെ ചാനലിൽ സൗദിയത്തെ മാത്രമല്ല കേട്ടോ, നാട്ടിലത്തെ ഷോപ്പിംഗ് വീഡിയോസ് ഉണ്ട്. സൗദിയിലുള്ളവരാണെങ്കിൽ സൗദിയത്തെ ഒരുപാട് ഷോപ്പിംഗ് വീഡിയോസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നാട്ടിലുള്ളവരാണെങ്കിൽ നാട്ടിലത്തും ഉണ്ട്. പിന്നെ നമ്മളെല്ലാ ഓൾ ടൈപ്സ് വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. ഇത് മറ്റേ നമ്മളെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്, അതാണ് സെയിം അവിടുന്ന് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ അത് ക്രോക്കറി നമ്മളെ സെറാമിക്കാണ്, അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ അത് എടുത്തില്ല. ആദ്യം എടുക്കാതെ വിചാരിച്ചേ. അപ്പോൾ ഇക്ക പറഞ്ഞ സെയിം ആയതുകൊണ്ട് അത് സേഫ് ആയിരിക്കില്ല, കാരണം കുട്ടികളല്ലേ, ജസ്റ്റ് ഒന്ന് ഇട്ടാൽ അത് പോയി. അപ്പോൾ വെയിറ്റ് വേണം, അത് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. ഈ പാത്രം ഞാൻ എടുക്കണോ വേണ്ട ഇങ്ങനെ സ്റ്റെക്കായി നിന്നൊരു സമയം കേട്ടോ. ഇതിനൊക്കെ വരുന്നതേ 3 റിയാലൊക്കെ ഉള്ളൂ കേട്ടോ. അതാ പറയാൻ ഞാൻ മറന്നുപോയി. അതാണ് എനിക്ക് ഏറ്റവും ഞങ്ങൾ ഒന്നാമത് എടുക്കാൻ കാരണം അതാണ്. 3 റിയാൽ ഓരോ പീസിന് വെച്ചിട്ട് 3 റിയാൽ. പിന്നെ ആ മഞ്ഞ ചെറിയ ബോൾസ് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2 റിയാലോ 1.5 റിയാലോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ അത്രയൊക്കെ വരുന്നുള്ളൂ. 5 റിയാലിൻ്റെ താഴോട്ടാണ് കേട്ടോ ഓരോ പീസിനും വരുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പോയത്. ഇതൊക്കെ വന്നിട്ട് അത്രയും നമ്മൾ മറ്റേ കുട്ടികൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ അതിൻ്റെ പല കളേഴ്സിലും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വിസയുടെ വീഡിയോ കാണുന്നവർ ഒരുപാടുണ്ട് കേട്ടോ നമ്മളെ ചാനലിൽ, സൗദി വിസിറ്റ് വിസയുടെ ഒക്കെ. അപ്പോൾ പുതിയ അപ്ഡേഷൻ മൾട്ടിപ്പിൾ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ന്യൂസ്. നമ്മൾ ഒന്നും കൺഫേം ആയിട്ട് വരാത്തതുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ചിട്ട് വീഡിയോസ് ചെയ്യാത്തത് കേട്ടോ. എന്തെങ്കിലും കൺഫേം ആയിട്ടുള്ള അപ്ഡേഷൻ വരാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അതിനെക്കുറിച്ചിട്ട്. എന്നെപ്പോലെ പാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ക്രോക്കറി ഐറ്റംസ്. പിന്നെ നമ്മൾ എപ്പോഴും 5 റിയാലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് കിഡ് കളക്ഷൻ ഉണ്ടാവും. പിന്നെ ഇതൊക്കെല്ലാം ഫ്ലാസ്കൊക്കെ പിന്നെ ഇച്ചിരി വില ഉണ്ട് കേട്ടോ. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ സെയിമോന് ഇച്ചിരി ടോയ്സൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ അങ്ങനെ. പിന്നെ ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ സൗദിയത്തെ ഒരുപാട് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. ഷോപ്പിംഗ് വീഡിയോസും അല്ലാത്തതൊക്കെയാണ്. ഒന്നാമത് എൻ്റെ മടി കാരണമാണ് ഇത്ര ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.